ഡാ കണ്ടുകിട്ടിയോടാ? ഇല്ല മേഡം, കണ്ടുകിട്ടിയില്ല മേഡം. ഓ ഛേ, 10-20 വർഷം അവളെ ഇവിടെ ചങ്ങലക്കിട്ടത് അവളിലൂടെ പലതും സാധിക്കാനായിരുന്നു. ആ ദശരഥരാമോർമ്മയ്ക്കെതിരെയുള്ള ബ്രഹ്മാസ്ത്രമായിരുന്നു അവള്. അവസാന നിമിഷം കൈവിട്ട് കളഞ്ഞല്ലോ. അവര് പോയാലെന്താണ് മേഡം? അവരുടെ മോൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ആ വൈദേഹി ഉണ്ടല്ലേ, അവളെ വിട്ടുകളയരുത്. ചെല്ലി ചെല്ല ചെന്നവളെ ശരി പിടിച്ചിട്ട്. മേഡം. അമ്മ ഇവിടുന്ന് രക്ഷപ്പെട്ടല്ലോ. ചന്ദ്രികയുടെ കാരാഗ്രഹത്തിൽ നിന്ന് അമ്മയ്ക്ക് മോചനം കിട്ടിയല്ലോ. പക്ഷെ അമ്മ എവിടേക്കായിരിക്കും പോയിരിക്ക? അന്വേഷിച്ച് ചെല്ലാൻ അമ്മ എവിടേക്കാ പോയിരിക്കാന്ന് ഒരു പിടിയുമില്ല. ഇനി എന്താ ചെയ്യാ? മേഡം, വൈദ്യം കാണുന്നില്ല. അമ്മയും മോളെയും കൈവിട്ട് കളഞ്ഞില്ലേടാ. വിടില്ല ഞാൻ. ആ അമ്മയും മോളെയും ഏത് വിധേനയും പിടിക്കണം. എന്റെ മോളെ എനിക്കില്ലാണ്ടാക്കിയവരാ അവര്. വെറുതെ വിടരുത്. ഡാ വണ്ടി എടുക്കടാ. മേഡം നമസ്കാരമുണ്ട്. ശാന്താദേവി രക്ഷപ്പെട്ടു മേഡം. എന്ത്? ശാന്താദേവി രക്ഷപ്പെട്ടു എന്നോ? അതെ മേഡം. എങ്ങനെയാടാ രക്ഷപ്പെട്ടത്? ശാന്താദേവിയെ നീ എങ്ങോട്ടൊക്കെ പറഞ്ഞേച്ചേ? വൈദേഹി, ഞാൻ അവിടെ ചെന്നതും എന്റെ അമ്മ അവിടുന്ന് പോയല്ലോ. ഇത്രയും കാലം കാരാഗ്രഹത്തിലായിരുന്ന അമ്മ കുറച്ചു നേരം കൂടെ അവിടെ നിന്നിരുന്നെങ്കിൽ എനിക്ക് കാണായിരുന്നു. ഇനിയിപ്പോ എവിടെ ചെന്ന് കണ്ടുപിടിക്കും?
നീ എവിടെ പോയതാ വൈദേഹി? അമ്മ എന്തു വേണമെങ്കിലും പറഞ്ഞു, ഇതിനെല്ലാത്തിനും കാരണം ആ ജാനകിയ. ജാനകിയല്ല, വൈദേഹിയ. പേരെന്തായാലും എന്താ അമ്മേ, രൂപം ജാനകിയുടേതല്ലേ? അമ്മ അനാഥയാണെന്ന് പറഞ്ഞോണ്ടാ ജാനകിയായി വന്ന് വൈദേഹിയാണെന്ന് പറയാതെ ഇവിടെ കഴിഞ്ഞത്. അപ്പോഴേ സത്യം പറഞ്ഞിരുന്നെങ്കിൽ അമ്മയുടെ വായിന്ന് അനാഥയാണെന്ന് കേൾക്കേണ്ടി വരില്ലെന്നുള്ള പേടി. ഞാനിവിടെ ഇല്ലെങ്കിലും ഇല്ല എന്നുള്ള വിഷമം ആർക്കുമില്ല. ഇപ്പോഴും ഞാൻ അനാഥയാണെന്നുള്ളതിനെ കുറിച്ച് ഇവിടെ ചർച്ച. ഇനി ഈ വീട്ടിലേക്ക് ഞാൻ കാലെടുത്ത് വെക്കുന്നെങ്കിൽ അതെന്റെ അമ്മയോടൊപ്പം ആയിരിക്കണം. അനാഥയല്ലെന്ന് തെളിയിച്ചുകൊണ്ടായിരിക്കണം. അതാ നല്ലത്. ഞാൻ വരാൻ പാടില്ലായിരുന്നു. വൈദേഹി, വൈദേഹി! വൈദേഹി, വൈദേഹി! വൈദേഹി! വൈദേഹി നിക്കേ! വൈദേഹി അവിടെ നിക്കേ! വൈദേഹി ഒന്ന് നിന്നേ. നിനക്ക് എന്താ പറ്റിയേ? ഫോൺ ചെയ്തൊന്ന് എടുത്തൂടെ? മെസ്സേജിനാണെങ്കിൽ റിപ്ലൈയും തരില്ല. നോക്കി നിൽക്കുമ്പോ കാണാത്ത ഭാവത്തിൽ പോവാ. എന്ത് സംഭവിച്ചിട്ടാ ധൃതി പിടിച്ച് നീ അവിടെ നിന്ന് ഇറങ്ങി പോന്നത്? ഇത്രയും നാൾ നീ ജാനകിയായിട്ട് അഭിനയിച്ചിട്ട് വൈദേഹിയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോ, എന്റെ മുറപ്പെണ്ണാണെന്ന് മനസ്സിലായപ്പോ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നോർത്താണ് ഇറങ്ങിപ്പോയത്. നീ അറിഞ്ഞത് പകുതി സത്യം മാത്രമാണ്. അതുകൊണ്ടാണ് നിന്റെ മനസ്സിന് ഇങ്ങനെയൊക്കെ തോന്നുന്നേ. ശരിക്കുള്ള സത്യം എന്താണെന്നറിയോ? നീ തന്നെയാണ് വൈദേഹി. ആ വൈദേഹി തന്നെയാ ചെറുപ്പത്തിൽ ഞാൻ താലി കെട്ടിയ മുറപ്പെണ്ണ്. ഹലോ, ഇത്രയും നല്ലൊരു വാർത്ത പറഞ്ഞിട്ടും മുഖത്ത് അതിന്റെ ഒരു സന്തോഷം കാണുന്നില്ല. എന്താ വിശ്വാസമായില്ലേ? ഞാൻ പറഞ്ഞത് നുണയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്നാ പിന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയും തന്നിട്ട് പറയാം. നീയല്ലേ എപ്പോഴും പറയാറ്, നമ്മൾ എന്തെങ്കിലും പറയുന്ന സമയത്ത് ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ സത്യമാണോ നുണയാണോ എന്നുള്ളത് നമ്മുടെ ഹൃദയമിടിപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു.
ഇപ്പൊ ഞാൻ പറഞ്ഞോട്ടെ വൈദേഹി, നീ എന്റെ വൈദേഹി മാത്രമല്ല, എന്റെ മുറപ്പെണ്ണും കൂടിയാ. കൊട്ടാരം വീട്ടിലെ അനന്തരവളുടെ എല്ലാ അവകാശവും നിനക്കുണ്ട്. ഇനി നീ ഒരിക്കലും ഇങ്ങനെ ഇറങ്ങിപ്പോകരുത്. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല വൈദേഹി. ഇതുവരെ അകന്നു കഴിഞ്ഞ് മതിയായില്ലേ നിനക്ക്? ഇനി എനിക്ക് സഹിക്കാനുള്ള ശക്തിയില്ല. വൈദേഹി, 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 നീ എന്റെ തോന്നലാന്ന് എനിക്കറിയാം. എന്തിനാ നീ എന്റെ മനസ്സുകൊണ്ട് ഇങ്ങനെ അമ്മാനോ ആടി കളിക്കുന്നത്? എവിടെ നോക്കിയാലും ഇപ്പൊ നിന്നെ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. എന്റെ മനസ്സിലും ചിന്തയിലും ഒക്കെ നീ മാത്രമേ ഉള്ളൂ. പക്ഷെ നീ എന്താ ഇങ്ങനെ എന്റെ കൺമുമ്പിൽ തെളിഞ്ഞ് അപ്പൊ തന്നെ മാഞ്ഞു പോകുന്ന എന്തിനാ? നീ എന്തിനാ വൈദേഹി കരയുന്നേ? ഈ സങ്കല്പത്തിനും കണ്ണുനീരുണ്ടാവോ? ഉണ്ടാവുമായിരിക്കും. ഇത് നീ തന്നെയല്ലേ? നീ എനിക്ക് വേണ്ടി കരയാണെന്ന് എന്റെ മനസ്സ് തന്നെ സങ്കല്പിക്കുന്നതാവും. അതുകൊണ്ടാ നിന്റെ കണ്ണു നിറഞ്ഞിരിക്കുന്നേ. അല്ല, നീ എന്താ മറഞ്ഞു പോവാത്തെ? അല്ല, ഇത്രയും നേരം മുമ്പിൽ നിൽക്കാറില്ല. പൊയ്ക്കോ വൈദേഹി. ഓ, ഇപ്രാവശ്യം നീ പോവില്ല അല്ലേ? അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ പൊയ്ക്കോളാം. ഓരോരോ തോന്നലുകള്. അമ്മയെ കണ്ടു കിട്ടുന്നത് വരെ സങ്കല്പാന്ന് കരുതിക്കോ. കണ്ടു കിട്ടിയ ശേഷം ഞാൻ തന്നെ കൺമുന്നിൽ വന്ന് നിൽക്കാം. ഒന്നുകിൽ അവിടെ അവരെ, അല്ലെങ്കിൽ ഇവിടെ നിങ്ങളെ.
രണ്ടിലൊന്നേ രക്ഷപ്പെടുകയുള്ളൂ, മറ്റൊന്ന് നാമാവശേഷമാകും. ഓ എന്റെ അമ്മോ. ഓ ഛെ. അയ്യോ എല്ലാം കഴിഞ്ഞില്ലേ? അവിടെ അവര്, ഇവിടെ ഞങ്ങള്. ഏതെങ്കിലും ഒരു ബാച്ചിനല്ലേ ജീവൻ ഉണ്ടാവൂ? യോ എന്റെ തല പൊട്ടി പൊളിയണേ. അല്ല ഞാൻ ഇനിയിപ്പോ എന്താ ചെയ്യാ? ദൈവമേ, ഞാൻ എന്താ ചെയ്യണ്ടേ? അയ്യേ അപശകനം, അപശകനം. വലിയായിരുന്നോ? എന്റെ അമ്മ പാമ്പാണെന്നാ വിചാരിച്ച്. ഈ ഗുരുക്കൾക്ക് എന്തിന്റെ കട ചത്തുപോകുന്നങ്ങ് പ്രവചിക്കുക. പേടിച്ച് പേടിച്ച് ശ്വാസം നിലച്ചു പോയാലാ. അല്ല ഇപ്പോ ഒരു പല്ലി തലയിലല്ലേ വീണത്? തലയിൽ പല്ലി വീണ മരണമാണെന്നല്ലേ ഗുരുക്കള് പറഞ്ഞത്? ശരിയാ, പല്ലി എന്റെ തലയിൽ വീണ്. അപ്പൊ ഞാൻ മരിക്കാൻ പോവാ എന്റെ പൊന്നമ്പുരാനെ. അയ്യോ, ഈ ആസ്തിയും ഊർമിളയും എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു എനിക്ക്. ഇനി ഒന്നും അനുഭവിക്കാൻ പറ്റില്ല. ഒരു സുഖം അനുഭവിക്കാതെ ഇങ്ങനെ പച്ചയ്ക്ക് അങ്ങ് പോയാ. ഓഹോ ടെൻഷൻ. ഈ ടെൻഷൻ അടിച്ച് ഞാൻ ചാവൂലോ. അപ്പോ ഒരു ബാച്ച് പോയാ മറ്റേ ബാച്ച് രക്ഷപ്പെടുന്നല്ലേ? ഇപ്പൊ ഞാൻ പോയാ മറ്റേ ബാച്ച് രക്ഷപ്പെടും. അതായത് അവര് പോയാ ഞാൻ രക്ഷപ്പെടും. യെസ്, ഞാൻ ജീവിച്ചിരിക്കണമെങ്കിൽ അവരൊക്കെ ചാകണം. കൊന്നുകളയാം. അതിനുള്ള പ്ലാനൊക്കെ ഞാൻ ഉണ്ടാക്കാം. ആസ്തിയില്ലെങ്കിൽ പോട്ടെ, ഊർമിളയില്ലെങ്കിലും വേണ്ട. പക്ഷെ മരിക്കാൻ ഞാൻ തയ്യാറല്ല. ജീവനുണ്ടെങ്കിലല്ലേ എല്ലാം അനുഭവിക്കാൻ പറ്റൂ. അതുകൊണ്ട് വൈദേഹിയും അവളുടെ അമ്മയെയും ഞാൻ തന്നെ അങ്ങ് കൊല്ലാൻ പോവാ. ഇന്നത്തോടു കൂടി ഈ സന്യാസവേഷം ഞാൻ ഉപേക്ഷിക്കുക. നാളെ നേരം വെളുക്കുമ്പോ ഇവിടെ യാഗം തുടങ്ങാൻ പോവല്ലേ? മരണയാഗം. ഒരു പെണ്ണിതിരെ പോണണ്ട. ഇല്ല കണ്ടില്ല. ചേട്ടാ ഈ വഴി ഒരു പെണ്ണ് പോണണ്ട. ഇല്ല കണ്ടില്ല. എടാ ചേർക്കാ, ആ വഴുതനങ്ങ എത്രയാ? അത് കാക്കിലോ 50. എന്താ 50 രൂപയോ? നിന്റെ വീട് എഴുതി തരാനല്ലല്ലോ ചോദിച്ചത്. ഒരു 10 രൂപയ്ക്ക് എടുക്കും. 10 രൂപയ്ക്കൊന്നും ഉണ്ടാവില്ല. ആ ഉള്ളതൊക്കെ മതിയടാ.
എടാ അങ്ങോട്ട് നോക്ക്, ദേ അവിടെ ഇരിക്കുന്നു.